പകൽ വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. ന്യൂസ് 18 ബിഗ് ഇംപാക്ട്. മാലിന്യങ്ങൾ നീക്കി ആ പരിഹാരം സർക്കാർ ചെയ്യും. പക്ഷേ ഇതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ഈ കാലികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ആരും മറുപടി പറയും? തിരുനെൽവേലിയിൽ നിന്നുള്ള മാലിന്യ നീക്കം അതിവേഗത്തിൽ വൈകുന്നേരം പൂർത്തിയാകുമെന്ന് പ്രതീക്ഷ. സർവ്വസഹായവും നൽകി തമിഴ്നാട്. ഏകോപനം തിരുനെൽവേലി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ. ഗ്രൗണ്ട് റിപ്പോർട്ടുമായി ന്യൂസ് 18 സംഘം തിരുനെൽവേലിയിൽ. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:30 പ്രത്യേക മന്ത്രിസഭായോഗം. വയനാട് മുണ്ടക്കയിലെ പുനരധിവാസം ഏക അജണ്ട. സ്ഥലമേറ്റെടുക്കൽ, വീട് നിർമ്മാണം എന്നിവ ചർച്ചയാകും. കൊച്ചി തമ്മനത്തെ പൈപ്പ് പൊട്ടൽ പരിഹരിച്ചു. ജലവിതരണം തുടങ്ങി. അറ്റകുറ്റപ്പണി നീണ്ടത് 16 മണിക്കൂർ. പൈപ്പ് പൊട്ടാൻ കാരണം കാലപ്പഴക്കമെന്ന് പരാതി. DGP ആയി പ്രമോഷൻ കിട്ടിയ MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകി വിജിലൻസ്. PV അൻവർ പറഞ്ഞ പരാതികളിൽ കഴമ്പില്ലെന്നു കണ്ടെത്തൽ. 2 ആഴ്ചകൾക്കുള്ളിൽ റിപ്പോർട്ട് കൈമാറും. CPM-നെ വീണ്ടും വെട്ടിലാക്കി വിജയരാഘവന്റെ വാവിട്ട വാക്ക്. രാഹുലിന്റെ ജയം വർഗീയ പിന്തുണയോടെന്ന പരാമർശം രാഷ്ട്രീയ ആയുധമാക്കി UDF. വിജയരാഘവൻ സംഘപരിവാറിനെ പോലും നാണിപ്പിക്കുന്നുവെന്ന് VD സതീശൻ. വിമർശിച്ചത് ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയുമാണെന്ന് വിശദീകരിച്ച് CPM. MTയുടെ നില മാറ്റമില്ലാതെ തുടരുന്നുവെന്ന് പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും ആശുപത്രി. തിരുവനന്തപുരം CPM ജില്ലാ സമ്മേളനത്തിൽ പാർട്ടി സെക്രട്ടറിക്ക് വനിതാ പ്രതിനിധിയുടെ വിമർശനം. MV ഗോവിന്ദന്റെ വൈരുദ്ധാത്മക ഭൗതികവാദം അറിയണമെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിൽ പോകണം. പ്രസംഗവും പ്രവൃത്തിയും രണ്ടു വഴിക്കെന്നും വിമർശനം. സമ്മേളനം ഇന്ന് സമാപിക്കും. സെക്രട്ടറിയായി B ജോയ് തന്നെ തുടരും. ആരോഗ്യമന്ത്രി വീണ ജോർജിന് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയുടെ തിരുത്ത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ട്രോമ കെയറിൽ 2021 മോശമായിരുന്നുവെന്ന് വീണയുടെ വാദം വസ്തുതാ പിശക്. മറ്റതൊരു ധാരണ പിശകാവാനേ തരുള്ളൂ. പാളയത്തിൽ പണിയൊന്നുമല്ല. അവരതിനു വേണ്ടി ആഗ്രഹിച്ചു. ഇത് കോവിഡ് കാരണം ഫംഗ്ഷനിലായിരുന്നില്ലല്ലോ, അത് ഫംഗ്ഷനിലാക്കി. വീണ ജോർജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് KK ശൈലജയുടെ മറുപടി. ന്യൂസ് 18 അഭിമുഖം Q18-ൽ. രാഹുൽ ഗാന്ധിക്ക് ഉത്തർപ്രദേശ് കോടതിയുടെ സമൻസ്. ജനുവരി 7 നേരിട്ട് ഹാജരാകണം. കോടതി നടപടി തെരഞ്ഞെടുപ്പിനിടെ സാമ്പത്തിക സർവേയെക്കുറിച്ച് നടത്തിയ പ്രസ്താവനയിൽ. ആഭ്യന്തര കലാപത്തിന് രാഹുൽ ആഹ്വാനം ചെയ്തുവെന്നു ഹർജി. ചരിത്രം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈറ്റിൽ. ദ്വിദിന സന്ദർശനം തുടരുന്നു. കുവൈറ്റ് ഭരണാധികാരികളുമായി കൂടിക്കാഴ്ച അല്പസമയത്തിനകം. വിവിധ കരാറുകളിൽ ഒപ്പുവെക്കും. ബയൻ കൊട്ടാരത്തിൽ ഗാർഡ് ഓഫ് ഓണർ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വയനാട് ദുരന്ത ബാധിതരുടെ പുനരധിവാസം ചർച്ച ചെയ്യാൻ പ്രത്യേക മന്ത്രിസഭായോഗം വൈകിട്ട്. സ്ഥലമേറ്റെടുക്കലിലും വീടുകളുടെ നിർമ്മാണത്തിലും അന്തിമ തീരുമാനമുണ്ടാകും. വീട് നിർമ്മാണത്തിന് സഹായം വാഗ്ദാനം ചെയ്തവരുടെ യോഗവും വൈകാതെ ചേരും. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാന്, നമുക്കറിയാം നിരവധി വിമർശനങ്ങൾ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. പ്രത്യേകിച്ച് കോടതി അടക്കം ഇടപെട്ട പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ എന്താണ് സർക്കാർ നീക്കം? വളരെ വേഗത്തിൽ ഇക്കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണോ? കഴിഞ്ഞ ദിവസം ഗുണഭോക്താക്കളുടെ ഒരു കരട് പട്ടിക പുറത്തുവിട്ടിരുന്നു റവന്യൂ വകുപ്പ്. പക്ഷേ ഈ പട്ടികയിൽ ഈ ദുരന്തമുണ്ടായ പുഞ്ചരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല ഉൾപ്പെടെയുള്ള മേഖലകളിലെ ഒരുപാട് ആളുകൾ, അർഹരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന വിമർശനം വ്യാപകമായതിന് പിന്നാലെയാണ് ഇതിലെ കൃത്യമായ രാഷ്ട്രീയ ആയുധം അത് പ്രതിപക്ഷം സർക്കാരിനെ
വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കുന്ന വിമർശനവുമായി രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അടിയന്തരമായ മന്ത്രിസഭായോഗം ഈ വിഷയത്തിൽ ഇങ്ങനെ ഇന്ന് ഒരു ഞായറാഴ്ചയായിട്ട് കൂടി അവധി ദിവസമായിട്ട് കൂടി ഉച്ചകഴിഞ്ഞ 3:30 ചേരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഒരുപാട് വിഷയങ്ങൾ, ഈ പുനരധിവാസം എങ്ങനെ നടപ്പിലാക്കണം, വീടുകളുടെ നിർമ്മാണം എങ്ങനെ വേണം, എത്ര കാലയളവിനുള്ളിൽ അത് പൂർത്തിയാക്കാൻ കഴിയും, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ചർച്ചകൾ നടക്കും. ഒരുപാട് വ്യക്തികൾ, സ്ഥാപനങ്ങളടക്കം, സന്നദ്ധ സംഘടനകളടക്കം സഹായ വാഗ്ദാനവുമായി രംഗത്തെത്തുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഇതിൽ ഈ ടൗൺഷിപ്പ് നിർമ്മാണത്തിന്, അതല്ലെങ്കിൽ ഈ പുനരധിവാസത്തിന് വേണ്ടി ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടി വലിയ തരത്തിലുള്ള സഹായം വാഗ്ദാനം ചെയ്തിട്ടുള്ള ആളുകളുമായി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ചർച്ച നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് നേരത്തെ വാഗ്ദാനം ചെയ്തിട്ടുള്ളവരുമായി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ തന്നെ ചർച്ച നടത്തും. അവരുമായി ഏത് തരത്തിൽ ആ കാര്യങ്ങളിൽ ഒരു ഏകോപനം ഉണ്ടാക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിലായിരിക്കും വിശദമായ ചർച്ചകൾ നടക്കുക. പ്രധാനപ്പെട്ട മറ്റ് 2 കാര്യങ്ങൾ, ഈ വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന് സർക്കാർ കണ്ടെത്തിയത് 2 എസ്റ്റേറ്റുകളായിരുന്നു, നെടുമ്പാൽ എസ്റ്റേറ്റും അതോടൊപ്പം എൽസ്റ്റോൺ എസ്റ്റേറ്റും. ഈ 2 എസ്റ്റേറ്റുകളുടെയും ഉടമകൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഈ നീക്കത്തിനെതിരെ. അങ്ങനെയാണെങ്കിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ പുനരധിവാസം വീണ്ടും അനിശ്ചിതത്വത്തിലാകുന്ന പശ്ചാത്തലം വരും. അത് വൈകുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടാകും. അത് സർക്കാരിനെ വീണ്ടും വിഷമവൃത്തത്തിലാക്കുന്ന പശ്ചാത്തലം വരും. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ നിയമപരമായി എങ്ങനെയായിരിക്കണം മുമ്പോട്ട് പോകേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്തിമമായ ഒരു തീരുമാനം ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം ഈ അന്തിമ പട്ടിക, ഈ ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക 1 മാസത്തിനകം പ്രസിദ്ധീകരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നത്. ഈ കുറ്റമറ്റ്, അതായത് ഇതിനോടകം ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ മുഴുവൻ ദുരൂകരിച്ചുകൊണ്ട് പരിഹരിച്ചുകൊണ്ട് ഈ പട്ടിക തയ്യാറാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട വെല്ലുവിളി. അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു ആശങ്കയായി ഈ അതിജീവിതർ മുമ്പോട്ട് വെച്ച കാര്യം നേരത്തെ മുതൽ തന്നെ, അതായത് അവർക്ക് ഒരുമിച്ച് താമസിക്കണം, ഒരുമിച്ചാണ് ദുരന്തം ഉണ്ടായത്, ഒരുമിച്ചാണ് ദുരന്തത്തെ നേരിട്ടത്, അവർക്ക് ഒരുമിച്ച് തന്നെ ഇനി അങ്ങോട്ടുള്ള ജീവിതം നയിക്കണമെന്ന ആഗ്രഹം നേരത്തെ തന്നെ അവർ വിവിധ ആവശ്യങ്ങളായി റവന്യൂ വകുപ്പിന് മുമ്പിൽ മുമ്പോട്ട് വെച്ചതാണ്. ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി തരണമെന്ന ആവശ്യം വീണ്ടും അവർ റവന്യൂ വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ എങ്ങനെ ഒരു തീരുമാനം എടുക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് നടക്കുന്ന ചർച്ചയിൽ ഉയർന്നു വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട യോഗമാണ്. വയനാട് പുനരധിവാസം ചർച്ച ചെയ്യാൻ പ്രത്യേക മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരുടെ പ്രശ്നങ്ങളിൽ കേന്ദ്രം കാണിക്കുന്ന ധാർഷ്ട്യമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചു. സംസ്ഥാനവും നിരുത്തരവാദപരമായി പെരുമാറുന്നുവെന്നും 4.5 മാസമായി പുനരധിവാസത്തിനുള്ള സ്ഥലം പോലും കണ്ടെത്താനായിട്ടില്ലെന്നും സതീശൻ കുറ്റപ്പെടുത്തി. മറ്റു വാർത്തയിലേക്ക് പോകണം. കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യയിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ആരംഭിച്ചു. മുൻ ഏരിയ സെക്രട്ടറി VR സജിയുടെയും ബാങ്ക് ജീവനക്കാരുടെയും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും. ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്ന് സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി ആവശ്യപ്പെട്ടു. സാബുവിന്റെ വീട്ടിലെത്തിയ മന്ത്രി റോഷി അഗസ്റ്റിനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. കട്ടപ്പന തങ്കമണി CIമാരുടെ നേതൃത്വത്തിലുള്ള 9 അംഗ സംഘമാണ് സാബുവിന്റെ ആത്മഹത്യയിൽ അന്വേഷണം നടത്തുന്നത്. സാബുവിനെ ഭീഷണിപ്പെടുത്തിയ ബാങ്ക് മുൻ പ്രസിഡന്റും CPM മുൻ ഏരിയ സെക്രട്ടറിയുമായ VR സജിയുടെയും സെക്രട്ടറിയുടെയും ഉൾപ്പെടെ 3 ജീവനക്കാരുടെയും മൊഴി രേഖപ്പെടുത്തും. സാബുവിന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്കും വിധേയമാക്കും. ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തുമെന്നാണ് സൂചന. പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്നും അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെടുമെന്നും സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി പറഞ്ഞു. അന്വേഷണ സംഘം അന്വേഷിക്കട്ടെ, അതാണ് ഞങ്ങൾ ആവശ്യം. വേറെ ഒരു തരത്തിലും അങ്ങനെ പരാതി വരാൻ അതിന് പുറകെ നടക്കാനായിട്ടുള്ള ഒരു സാഹചര്യം എനിക്കില്ല. ആവശ്യപ്പെടുന്നുണ്ട്. സാബുവിന്റെ വീട്ടിൽ സന്ദർശനത്തിനായി എത്തിയ മന്ത്രി റോഷി അഗസ്റ്റിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. കുടുംബത്തിന് സർക്കാർ സഹായം ലഭ്യമാക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മന്ത്രി. സർക്കാർ എന്തെങ്കിലും സഹായം നൽകുമോ? ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിക്കേണ്ടത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഉണ്ടായ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ നിലയിലാണ് പ്രാഥമിക അന്വേഷണമാണ് നമുക്ക് നടത്തേണ്ടതായിട്ടുള്ളത്. ഈ ബാങ്കിലുള്ള അവരുടെ പണം തിരിച്ചു കൊടുപ്പിക്കാനുള്ള ഇടപെടലുണ്ടാവും. അതിൻ്റെ യഥാർത്ഥ ചിത്രം നമുക്ക് അന്വേഷണത്തിൽ തന്നെ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആവശ്യമാണ് തിരിച്ചു കൊടുക്കണമല്ലോ.
കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്ന പണം കൊള്ളയടിക്കപ്പെടുകയാണെന്ന് കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം PV അൻവർ ആരോപിച്ചു. കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച വരും ദിവസങ്ങളിലും സമരം തുടരാനാണ് കോൺഗ്രസിന്റെയും BJPയുടെയും തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. പാലാരിവട്ടം തമ്മനം റോഡിൽ ഇന്നലെ പൊട്ടിയ കുടിവെള്ള പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി. പൈപ്പ് ലൈൻ വഴിയുള്ള കുടിവെള്ള വിതരണവും ഭാഗികമായി ആരംഭിച്ചു. പരീക്ഷണാടിസ്ഥാനത്തിൽ നേരിയ തോതിലാണ് ഇപ്പോൾ പമ്പിംഗ് നടക്കുന്നത്. അതേസമയം പൈപ്പുകൾ പൊട്ടാൻ കാരണം കാലപ്പഴക്കമാണെന്നാണ് പരാതി. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് കൊച്ചി തമ്മനത്തെ ജലവിതരണ അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് ലൈൻ തകർന്നത്. മണിക്കൂറുകൾക്കകം തന്നെ പമ്പിംഗ് നിർത്തിവെച്ച് അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. 2 ദിവസം അറ്റകുറ്റപ്പണികൾ നീണ്ടു നിൽക്കുമെന്നായിരുന്നു ജല അതോറിറ്റിയുടെ കണക്കുകൂട്ടൽ. എന്നാൽ വേഗത്തിൽ പണികൾ പൂർത്തീകരിച്ച് പുലർച്ചെയോടെ പൊട്ടിയ പൈപ്പ് മാറ്റി പുനഃസ്ഥാപിച്ചു. നിലവിൽ കാലപ്പഴക്കമേറിയ പൈപ്പുകളാണ് പ്രദേശത്ത് കൂടുതലെന്നും അതിനാൽ ഇനിയും പൈപ്പ് പൊട്ടാൻ സാധ്യത തള്ളിക്കളയാനാകില്ലെന്നുമാണ് വാർഡ് കൌൺസിലർ പറയുന്നത്. അടിക്കടി ഉണ്ടാകുന്ന സംഭവം ഉണ്ടാകുന്നതിൻ്റെ പുറകെ കാര്യം സംസ്കാര ജംഗ്ഷൻ മുതൽ അനന്തപുരം ക്ഷേത്രം വരെയുള്ള സ്ഥലത്ത് പഴയ പ്രീമോ പൈപ്പ് തന്നെയാണ് കിടക്കുന്നത്. ആ പൈപ്പ് മാറ്റി സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം മാറ്റി സ്ഥാപിക്കാനുള്ള ഈ ഗ്യാപ്പില്ലാത്തതുകൊണ്ടാണ് മാറ്റി സ്ഥാപിക്കാൻ പറ്റാത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് സത്യമാണ്, അങ്ങനെ സത്യം അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് 2 രൂപങ്ങളിലേക്ക് പൈപ്പ് വിട്ടുകൊണ്ട് പുതിയ രീതിയിൽ അത് മാറ്റം വരുത്തി ഈ പൈപ്പ് കട്ട് ചെയ്ത് മാറ്റുന്ന ഒരു ജോലിയാണ് ചെയ്യേണ്ടത്. അതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു, വർക്കെടുത്തു, കരാറുകാരനായി, എല്ലാം ആയി. പക്ഷേ ചില സാങ്കേതിക കാരണത്താൽ നടക്കുന്നില്ല. പൊട്ടിയ പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായെങ്കിലും ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. ഇരച്ചെത്തിയ വെള്ളത്തിന്റെ ശക്തിയിൽ രൂപപ്പെട്ട വലിയ ഗർത്തത്തിനോടൊപ്പം റോഡിന്റെ പല ഭാഗങ്ങളും വിണ്ടുകീറിയ നിലയിലാണ്. റോഡിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയ ശേഷം ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും. ന്യൂസ് 18 കൊച്ചി. രാഹുൽ ഗാന്ധി വിജയിച്ചത് വർഗീയ ചേരിയുടെ പിന്തുണയിലെന്ന CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവന്റെ പരാമർശത്തിനെതിരെ UDF. CPM സംഘപരിവാറിനെ പോലും നാണം കെടുത്തുന്ന രീതിയിലുള്ള വർഗീയ പ്രചാരണങ്ങൾ നടത്തുന്നുവെന്നാണ് വിമർശനം. CPM പോളിറ്റ് ബ്യൂറോ നിലപാട് വ്യക്തമാക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. SDPIക്കും ജമാഅത്തെ ഇസ്ലാമിക്കും എതിരെയായിരുന്നു വിമർശനമെന്നാണ് CPMന്റെ ഇക്കാര്യത്തിലുള്ള വിശദീകരണം. CPM വയനാട് ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലെ ഈ പരാമർശമാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. പരാമർശത്തിനെതിരെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷം ഒന്നടങ്കം രംഗത്തെത്തി. വിജയരാഘവൻ വർഗീയ രാഘവനായി മാറിയെന്നായിരുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ വിമർശനം. വിഷയത്തിൽ CPM പോളിറ്റ് ബ്യൂറോയുടെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കണം. ഇത്രയും അസത്യപൂർണമായിട്ടുള്ള ആരോപണം ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിക്കാൻ വിജയരാഘവൻ ഉന്നയിച്ചപ്പോൾ അത് CPM പോളിറ്റ് ബ്യൂറോ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത്. CPM സംഘപരിവാറിനെ പോലും നാണിപ്പിക്കുന്ന വർഗീയ സമീപനമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിമർശനം. കേന്ദ്ര ഏജൻസികളുടെ കേസുകളിൽ നിന്നും രക്ഷപ്പെടാനാണ് സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്നത്. CPM കഴിഞ്ഞ കുറേ നാളുകളായി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളാണ് എടുക്കുന്നത്. 4,10,000 വോട്ടിൽ ജയിച്ച പ്രിയങ്ക ഗാന്ധി തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന് ഈ വിജയരാഘവൻ, അല്ലാതെ വേറെ ആരുടെങ്കിലും നാവിൽ നിന്ന് ഇത് വരുമോ? വിജയരാഘവൻ പച്ചയ്ക്ക് വർഗീയത പറയുന്നുവെന്ന് മുസ്ലിം ലീഗ് തുറന്നടിച്ചു. ഭൂരിപക്ഷ വർഗീയത പരത്തുന്നത് CPMന്റെ അടിത്തറയിളക്കുമെന്നും കുഞ്ഞാലിക്കുട്ടിയുടെ മുന്നറിയിപ്പ്. CPMന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വരുന്നത് അവരുടെ അടിത്തറ തന്നെ ഇളക്കുന്ന പരിപാടിയാണ്. കാരണം ഒന്നല്ലല്ലോ, ഒരുപാടായിപ്പോയി. ഭൂരിപക്ഷ വർഗീയത ഇളക്കിവിടാൻ നോക്കുകയാണ്. അതായത് ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ ഇന്ത്യ മുന്നണിയൊക്കെ പാർലമെന്റിലൊക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് SDPI ജമാഅത്തെ ബന്ധത്തെപ്പറ്റി CPM ഒന്നും പറഞ്ഞില്ലെന്നായിരുന്നു BJPയുടെ വിമർശനം. കേരളത്തിൽ LDFും UDFും ഓരോ തെരഞ്ഞെടുപ്പുകളും ജയിക്കുന്നത് ഈ മതവർഗീയ ശക്തികളുടെ സഹായത്തോടു കൂടിയാണ്. മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ഒരു മണ്ഡലം എന്നുള്ള നിലക്കും SDPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണ ഈ പ്രാവശ്യം പ്രിയങ്ക വധേരയ്ക്കുണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ സമയത്തെ പറഞ്ഞിട്ടുള്ളതാണ്. നേരത്തെ കുന്നംകുളം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിൽ വഞ്ചിയൂരിൽ വഴി തടഞ്ഞ് പാർട്ടി സമ്മേളനം നടത്തിയതിനെ വിജയരാഘവൻ ന്യായീകരിച്ചതും വിവാദമായിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18.
ADGP MR അജിത് കുമാറിന് വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ്. PV അൻവർ ഉന്നയിച്ച സാമ്പത്തിക ആരോപണങ്ങൾക്ക് ഒരു തെളിവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നും സ്വർണ്ണക്കടത്ത് ബന്ധത്തിൽ തെളിവില്ലെന്നുമാണ് റിപ്പോർട്ട്. പൂർണ്ണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം DGPക്ക് കൈമാറും. DGP തസ്തികയിലേക്ക് MR അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകിയതിന്റെ വിവാദം കെട്ടടങ്ങും മുൻപാണ് PV അൻവർ ഉന്നയിച്ച സാമ്പത്തിക ആരോപണങ്ങളിൽ വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനം, സ്വർണ്ണക്കടത്ത് ബന്ധം, കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം, കുറവൻകോണത്തെ ഫ്ളാറ്റ് വിൽപ്പന, മലപ്പുറം SP ഓഫീസിലെ മരമുറി എന്നീ ആരോപണങ്ങളുടെ നീണ്ട ലിസ്റ്റാണ് ADGPക്കെതിരെ PV അൻവർ ഉയർത്തിയത്. പക്ഷേ 3 മാസം നീണ്ട അന്വേഷണത്തിനൊടുവിൽ ADGPക്കെതിരെ ഒരു തെളിവുമില്ലെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. വിജിലൻസ് ക്ലീൻ ചിറ്റ് സർക്കാരിനെതിരെയുള്ള ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. ഞാനതിൻ്റെ റിപ്പോർട്ട് കണ്ടില്ല. റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് എത്രയോ നാൾ മുമ്പ് നമ്മൾ പറഞ്ഞതാണ് ഇതൊരു പ്രഹസനമാണ്. അജിത് കുമാറിനെ എതിരായി നടത്തുന്ന അന്വേഷണം രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായതിൻ്റെ പേരിലും പൊതുസമ്മർദ്ദം ഉണ്ടായതിൻ്റെ പേരിലും മാത്രം നടത്തിയ ഒരു പ്രഹസനമായിരുന്നു. കോടികൾ മുടക്കി കവടിയാർ കൊട്ടാരത്തിന് സമീപം ആഡംബര വീട് നിർമ്മിക്കുന്നുവെന്നതായിരുന്നു പ്രധാന ആരോപണം. എന്നാൽ SBIയിൽ നിന്ന് 1.5 കോടി രൂപ വായ്പയെടുത്താണ് വീട് നിർമ്മാണം നടത്തിയതെന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥരോട് അജിത് കുമാർ വിശദീകരിച്ചിരുന്നു. ഇത് യഥാസമയം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും സ്വത്ത് വിവര പട്ടികയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. കസ്റ്റംസിലെ ചില ഓഫീസർമാരുടെ സഹായത്തോടെ കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിന് മുൻ മലപ്പുറം SP സുജിത് ദാസ് ഒത്താശ ചെയ്തെന്നും ഇതിന്റെ വിഹിതം അജിത് കുമാറിന് ലഭിച്ചുവെന്നുമായിരുന്നു മറ്റൊരു ആരോപണം. ഇതിൽ ക്ലീൻ ചിറ്റ് മാത്രമല്ല, സുജിത് ദാസിന്റെ കാലയളവിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടികൂടിയതെന്ന നേട്ടമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കുറവൻകോണത്ത് ഫ്ളാറ്റ് വാങ്ങി 10 ദിവസത്തിനുള്ളിൽ ഇരട്ടി വിലയ്ക്ക് മറിച്ചുവിറ്റു. ഈ ഇടപാടിലൂടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്നായിരുന്നു മറ്റൊരാരോപണം. ഇതിൽ അജിത് കുമാർ സ്വന്തം പേരിലേക്ക് ഫ്ളാറ്റ് രജിസ്റ്റർ ചെയ്യാൻ വൈകി എന്ന് മാത്രമാണ് കണ്ടെത്തലുള്ളത്. ന്യൂസ് 18 തിരുവനന്തപുരം. കുവൈറ്റിലെ ബയാൻ പാലസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെറിമോണിയൽ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുന്നു. അതിനുശേഷം ഭരണ നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചകൾ ഉണ്ടാകും. മനു ഭരത് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. മനു, ദൃശ്യങ്ങളിലേക്ക് ഇത് പ്രൗഢഗംഭീരമായ ചടങ്ങാണ്. സെറിമോണിയൽ ഗാർഡ് ഓഫ് ഓണർ പ്രധാനമന്ത്രി സ്വീകരിക്കുന്നു. നമുക്കറിയാം, ഒരു ഭരണാധികാരി കുവൈറ്റ് സന്ദർശിക്കുന്നത് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അത്രത്തോളം ആവേശത്തിലാണ് കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹവും. മനു ഭരത് വിവരങ്ങൾ പങ്കുവെക്കും. മനു, എന്തൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പരിപാടികൾ? അദ്ദേഹം ഭരണ നേതൃത്വവുമായി, കുവൈറ്റ് ഭരണ നേതൃത്വവുമായി കൂടിക്കാഴ്ചയും നടത്തുന്നുണ്ടല്ലോ അല്പസമയത്തിനകം. അതെ, ഇന്ന് ഏറ്റവും നിർണായകമായ ദിവസമാണ്. കൊട്ടാരത്തിൽ രാജകീയമായ വരവേൽപ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത്. ഔപചാരികമായ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു പ്രധാനമന്ത്രി. പിന്നീട് കുവൈറ്റിലെ ഉദ്യോഗസ്ഥരുമായൊക്കെ അദ്ദേഹം കൂടിക്കാഴ്ചകൾ നടത്തി. ഇനി ഏറ്റവും സുപ്രധാനമായ ചില കൂടിക്കാഴ്ചകളിലേക്ക് അദ്ദേഹം നീങ്ങുകയാണ്. കുവൈറ്റ് അമീറിനെ കാണും. പിന്നീടായിരിക്കും കുവൈറ്റ് പ്രധാനമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുക. സ്വാഭാവികമായും കുവൈറ്റ് പ്രധാനമന്ത്രി അഹമ്മദ് അൽ അബ്ദുള്ള അൽ സബാഹുമായി നടക്കുന്ന കൂടിക്കാഴ്ച ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഇന്ത്യ കുവൈറ്റ് വ്യാപാര ബന്ധങ്ങൾ ഊന്നൽ നൽകുന്ന പുതിയ ധാരണകൾ ഉണ്ടാകും. ഇരുവരും ഇത് സംബന്ധിച്ച് ധാരണാപത്രങ്ങൾ ഒപ്പുവെക്കും. അതിനുശേഷം സംയുക്ത പ്രസ്താവനയുണ്ടാകും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച വ്യാപാര പങ്കാളിയാണ് കുവൈറ്റ് എന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രവുമല്ല, ഇന്ത്യൻ പ്രവാസി സമൂഹം കുവൈറ്റിലെ ഒരു നിർണായകമായ വിഭാഗമാണ്. കുവൈറ്റിൻ്റെ ജനസംഖ്യയുടെ 20% വരുന്നത് ഇന്ത്യയിൽ നിന്നുള്ള പ്രവാസികളാണ്. കുവൈറ്റിൻ്റെ വർക്ക് ഫോഴ്സ് 30% ഇന്ത്യയിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധരുൾപ്പെടെയുള്ള ആളുകളാണ്. സ്വാഭാവികമായും ഇന്ത്യക്ക് അത്ര കണ്ട് താല്പര്യമുള്ളൊരു സാഹചര്യമാണ് കുവൈറ്റിലുള്ളതെന്ന് പ്രധാനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കുവൈറ്റിൽ നിന്നുള്ള ആളുകളെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യണം എന്ന് കുവൈറ്റിലെ ഇന്ത്യക്കാരോട് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും
ടൂറിസവും അനുബന്ധ മേഖലകളും ഉത്പാദന രംഗവും അനുബന്ധ മേഖലകളും ഒക്കെ ഇന്നത്തെ ചർച്ചകളിൽ പ്രധാന വിഷയമാകും. ഇന്ത്യയിലേക്ക് നിക്ഷേപം വരുന്നതിനെ സംബന്ധിച്ചുള്ള ധാരണകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വ്യാപാര സമൂഹത്തിന് വലിയ ഉണർവ് നൽകുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനം കൂടി രാജ്യം പ്രതീക്ഷിക്കുകയാണ്. കുവൈറ്റ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായി ബന്ധമുള്ള ഒരു സൗഹൃദ രാജ്യമാണ്. ഒപ്പം കുവൈറ്റുമായി ഒരു ശക്തമായ അടിത്തറ ഉണ്ടാകുന്നതോടുകൂടി GCC രാജ്യങ്ങളുമായി ഒരു നല്ല ബന്ധത്തിന് ഇന്ത്യക്ക് വഴി തുറക്കുന്നു എന്നതാണ് അതിലെ ഒരു സുപ്രധാന ഘടകം. മനു ഭരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്. MD വാസുദേവൻ നായരുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. സ്ഥിതി മെച്ചപ്പെടുകയോ കൂടുതൽ മോശമാവുകയോ ചെയ്തിട്ടില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. മരുന്നുകളോട് നേരിയ തോതിൽ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. ഡോക്ടർമാരുടെ വിദഗ്ധ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് MD. കഴിഞ്ഞ 15-ാം തീയതിയാണ് MTയെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയ്ക്കിടെ ഹൃദയസ്തംഭനമുണ്ടായതോടെയാണ് ആരോഗ്യനില മോശമായത്. മറ്റു വാർത്തയിലേക്ക്. കല്ലൂരിൽ കന്നുകാലികൾക്ക് മേയാനായി സർക്കാർ വിട്ടു നൽകിയ പുറമ്പോക്ക് ഭൂമിയിലാണ് വലിയ തോതിൽ മാലിന്യങ്ങൾ തള്ളിയത്. ദിവസങ്ങളായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തിന്നും മലിനജലം കുടിച്ചും മേയുന്ന കാലികൾ കല്ലൂരിലെ ദൈന്യതയാർന്ന കാഴ്ചയാണ്. കന്യാകുമാരി ശ്രീനഗർ ദേശീയപാതയിൽ നിന്ന് ഇടറോഡുകളിലൂടെ 12 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കല്ലൂരിലെത്താം. ഒരു വശം നിറയെ ഏക്കർ കണക്കിന് തരിശുഭൂമി. ആൾവാസമില്ലാത്ത ഈ പ്രദേശം കന്നുകാലി കർഷകർക്ക് കാലിമേക്കൽ ഭൂമിയായി സർക്കാർ നൽകിയതാണ്. 100 കണക്കിന് ആടുമാടുകളെ കർഷകർ മേയാൻ വിടുന്ന ഇടം. നിറയെ പുല്ലും കുറ്റിച്ചെടികളും നിറഞ്ഞ പ്രദേശം. കാലികൾക്ക് യഥേഷ്ടം മേഞ്ഞു നടക്കാൻ പറ്റുന്ന സ്ഥലം. പക്ഷേ ഒരാഴ്ചയായി ഇവിടെ കാലികൾ തിന്നുന്നത് പുല്ലല്ല, പകരം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. കന്നുകാലികൾക്ക് സർക്കാർ നൽകിയ മേച്ചിൽപ്പുറത്താണ് ഈ രീതിയിൽ മാലിന്യങ്ങൾ കൊണ്ട് തള്ളിയത്. ഇത് മാറ്റുന്നതിലൂടെ മാലിന്യങ്ങൾ നീക്കി ആ പരിഹാരം സർക്കാർ ചെയ്യും. പക്ഷേ ഇതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ഈ കാലികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ആര് മറുപടി പറയും? കന്നുകാലി കർഷകർക്ക് മാത്രമല്ല, മനസ്സിൽ നന്മയുള്ള ആർക്കും കണ്ടു നിൽക്കാനാകാത്ത ദയനീയ കാഴ്ചയാണ് കല്ലൂരിൽ ഇപ്പോഴുള്ളത്. മനുഷ്യൻ പ്രകൃതിയോടും മിണ്ടാപ്രാണികളോടും ചെയ്യുന്ന കൊടും ക്രൂരത. TS ഹരീഷിനൊപ്പം VV അരുൺ, ന്യൂസ് 18 തിരുനെൽവേലി. ഇതിനിടെ തിരുനെൽവേലിയിൽ മാലിന്യ നീക്കം അതിവേഗം തുടരുകയാണ്. വൈകുന്നേരത്തോടുകൂടി പൂർത്തിയാകുമെന്നാണ് കരുതുന്നത്. സർവ്വസന്നാഹവും ഒരുക്കി തമിഴ്നാട് മാലിന്യ നീക്കത്തോട് സഹകരിക്കുന്നുണ്ട്. VV അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, ഇത് വലിയ ഒരു അതിർത്തി തർക്കം അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നമുണ്ടാക്കിയ ഒരു വിഷയമാണ്. അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഏതൊക്കെ തരത്തിലാണ് പുരോഗമിക്കുന്നത്? അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് വെള്ളാളംകുളം പഞ്ചായത്തിലെ മാലിന്യ നീക്കം ഇനിയും നിരവധി സ്ഥലങ്ങളിലുണ്ട്. 5ഓളം സ്ഥലങ്ങളിൽ ബാക്കി വലിയ രീതിയിൽ മാലിന്യങ്ങൾ ഇനിയും മാറ്റാനുണ്ട്. പക്ഷേ ഇത് വെള്ളാളംകുളത്ത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ക്ലോസ്ഡ് പ്രോപ്പർട്ടി, അതായത് ഒരു ഗേറ്റ് കടന്ന് മാത്രം വരെ ഒരു സ്വകാര്യ വ്യക്തിയുടെ തോട്ടങ്ങളിലേക്ക് പോകാനുള്ള വഴിയാണ്. അവിടെയാണ് ഈ മാലിന്യം കൊണ്ട് തള്ളിയത്.
അതായത് ആളൊഴിഞ്ഞ പ്രദേശങ്ങളിൽ മാത്രമല്ല, ഈ ഒരു ഗേറ്റ് കടന്ന് ഇവിടെ ഈ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു കൂടി മാലിന്യം കൊണ്ടിട്ടു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. അതുകൊണ്ട് കൂടിയാണ് ഒരുപക്ഷെ ഇതിപ്പോൾ പുറത്തറിഞ്ഞതെന്ന് കൂടി വേണം മനസ്സിലാകാൻ. കാരണം മറ്റേ ആളൊഴിഞ്ഞ സ്ഥലത്തിടുമ്പോൾ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത അവസ്ഥയുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടിട്ടപ്പോഴാണിത് ചോദ്യം ചെയ്യപ്പെട്ടത്. അങ്ങനെയാണിത് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവിടെ ഇപ്പോൾ മാലിന്യം ഇവിടെ ഏതാണ്ട് 1 ലോഡ് സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഏറെക്കുറെ പൂർത്തിയാകാറായി. അവിടെ അല്പസമയത്തിനകം ജില്ലാ കളക്ടർ, തിരുനെൽവേലി കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് വരുന്നുമുണ്ട് ഇതിൻ്റെ ഒരു ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ. ഏതായാലും ഇവിടെ മാലിന്യ നീക്കം അവസാന ഘട്ടത്തിലേക്കാണ്. പക്ഷേ ഇനിയും മണിക്കൂറുകൾ എടുക്കും ഏതാണ്ട് എല്ലാ സ്ഥലത്തെയും മാലിന്യങ്ങൾ നീക്കം ചെയ്ത് കഴിയാൻ. മറ്റു സ്ഥലങ്ങളിലെ മാലിന്യങ്ങൾ കൂടി നീക്കം ചെയ്ത് കഴിയാൻ ഇനിയും ഏതാണ്ട് സമയമെടുക്കും. ഇപ്പോൾ നമ്മോടൊപ്പം വെള്ളാളംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി ചേരുന്നുണ്ട്. ഇங்கே எல்லாம் ஃபினிஷ் போகிறோம். ஃபினிஷ் ஆயிரும் நினைக்கிறேன். இந்த 1 லோடோட இங்கே ஃபினிஷ் ஆயிரும். എത്ര ലോഡ് ടോട്ടൽ? இங்கே எங்கள் பஞ்சாயத்துக்கு 1 லோடு தான் வந்திருக்கு. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ அங்கே எல்லாமே 10 லோடுக்கு மோர் தென் 10 லோடு சார். எப்படி ஒரு பிரைவேட் ப்ராப்பர்ட்டியில க்ளோஸ்டு கேட் உள்ள സ്ഥലத்துக்கு அதுதான் தெரியல. அது நைட்டு பண்ணியிருக்காங்க, லாரியில் நைட் கொண்டு வந்து தட்டியிருக்காங்க. அது யார் என்னங்கிறது விவரம் டீட்டெயில் ஃபுல்லாக தெரியல. இனி இப்படி தட்டாதிருக்க என்ன செய்ய போகிறேன்? அது எங்களுக்கு எங்கள் தமிழக அரசும் எங்கள் மாவட்ட கலெக்டரும் தெளிவான முடிவு எடுத்திருக்காங்க. அதனால் இனிமேல் இந்த தவறு நடக்காத மாதிரி அவங்க பார்த்துக்கிடுவாங்க. லோரிகள் இடைக்கிடக்கு செக் பண்ணுவேன். கண்டிப்பாக உங்களுக்கு அதுக்குண்டான கேரளா கவர்மெண்ட்டுக்கு அதுக்குள்ளான இன்ஸ்ட்ரக்ஷன் வந்திருக்குங்களா, அதனால் எந்த ப்ராப்ளம் இருக்காது. அவங்களுமே தெளிவாக இருப்பாங்கன்னு நம்புகிறோம். അതുതന്നെയാണ് ഇവിടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ പോലും ഇത്തരത്തിൽ മാലിന്യം കൊണ്ട് തട്ടാൻ ധൈര്യം കാണിച്ചവർക്ക് എന്ത് ആയിക്കൂടാ? എങ്ങനെ അവർക്ക് ഈ ആൾപ്പാർപ്പില്ലാത്ത ജനവാസമില്ലാത്ത മേഖലകളിൽ കൊണ്ട് എന്തും ചെയ്തു എന്നതിൻ്റെ ഒരു തെളിവായി കൂടി ഇതിനെ കാണണം. ഏതായാലും ഇവിടുത്തെ 1 ലോഡ് മാലിന്യം മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതൊരു ജനവാസ മേഖലയാണ്, തൊട്ടടുത്ത് ഫാമുകളുള്ള മേഖലയാണ്. ഒരു അടച്ചിട്ട ഗേറ്റ് തുറന്നു വേണം ഇവിടേക്ക് വരാൻ. അവിടെ പോലും മാലിന്യങ്ങൾ നിക്ഷേപിച്ചു. ഏതായാലും അത് നീക്കം ചെയ്യുന്ന അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത ശേഷം ആരോഗ്യ വിഭാഗം, തമിഴ്നാട് ആരോഗ്യ വിഭാഗയുടെ ബ്ലീച്ചിംഗ് പൗഡർ ഇട്ട് ശുദ്ധീകരിക്കുന്ന പ്രവൃത്തി കൂടിയുണ്ട്. അല്പസമയത്തിന് ഇവിടെ തിരുനെൽവേലി കളക്ടർ ഇവിടെ സന്ദർശിക്കുമെന്നും അറിയാൻ കഴിയുന്നു. തിരുനെൽവേലിയിൽ ആശുപത്രി മാലിന്യങ്ങൾ കണ്ടെത്തിയ സംഭവത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈയൊഴിഞ്ഞ് RCCക്ക് പിന്നാലെ IMAയും സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തി പാലക്കാട്ടെ പ്ലാന്റിലേക്കാണ് ബയോമെഡിക്കൽ വേസ്റ്റ് ഉൾപ്പെടെ എത്തിക്കുന്നത്. ഇടനിലക്കാർ വരുത്തിയ വീഴ്ചയ്ക്ക് ആശുപത്രികളും മെഡിക്കൽ അസോസിയേഷനും എന്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും IMA നാഷണൽ കോർഡിനേറ്റർ ഡോക്ടർ സുൽഫി ന്യൂസ് 18നോട് പറഞ്ഞു. സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം ആശുപത്രികളിലെയും മെഡിക്കൽ ലാബുകളിലെയും ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ കീഴിലുള്ള ഇമേജ് എന്ന സംഘടനയുടെ പാലക്കാട് പ്ലാന്റിലേക്കാണ് എത്തുന്നത്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിനുൾപ്പെടെ നിരീക്ഷിക്കാൻ സംവിധാനമുള്ള QR കോഡുള്ള ക്യാരി ബാഗുകളിലാണ് ഇവ പ്ലാന്റിലേക്ക് എത്തിക്കുന്നതെന്നും IMA. ഇമേജിലേക്ക് വരുന്ന ബയോമെഡിക്കൽ വേസ്റ്റുകൾ അത് കൃത്യമായിട്ട് നമ്മുടെ വാഹനങ്ങളിൽ അവിടെ കൊണ്ടുപോവുകയും ഓരോ കണ്ടെയ്നേഴ്സും അല്ലെങ്കിൽ ഓരോ ബാഗും അത് QR കോഡ് വെച്ച് സ്കാൻ ചെയ്ത് അത് GPS സംവിധാനങ്ങളിലൂടെ GPS സംവിധാനങ്ങളിലൂടെ നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായിട്ട് ബന്ധപ്പെടുത്തി എപ്പോൾ വേണോ അതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊണ്ടുവന്നത്. അവിടെ നിന്ന് ഒരു സാധനം പോകുന്ന പ്രശ്നമല്ല. എന്നാൽ സങ്കീർണമായ ഈ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സുരക്ഷിതത്വത്തോടെയാണെന്ന് IMA വ്യക്തമാക്കുമ്പോഴും പിന്നെ എങ്ങനെ ഇത്രയധികം മാലിന്യങ്ങൾ തിരുനെൽവേലിയിൽ എത്തി എന്നതിൽ അവ്യക്തത തുടരുകയാണ്. 2 ജില്ലകൾക്ക് 1 എന്ന നിലയിൽ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ വേണമെന്നാണ് കേന്ദ്ര നിയമം. എന്നാൽ കൂടുതൽ പ്ലാന്റുകൾ വിവിധ ജില്ലകളിൽ സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ ജനരോഷം ഉയർന്നതോടെയാണ് നടപടികൾ അനിശ്ചിതത്വത്തിലായതെന്നും IMA നാഷണൽ കോർഡിനേറ്റർ ഡോക്ടർ സുൽഫി ന്യൂസ് 18നോട് വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ നിതാന്തമായ ജാഗ്രത ഉണ്ടാവണം. ആശുപത്രികളുടെ ഭാഗത്തു നിന്നും സംവിധാനങ്ങൾ കൂടുതൽ ഈ കാര്യത്തിൽ ഒരു ജാഗ്രത ഉണ്ടാകണം. സ്വകാര്യ ആശുപത്രികളാണെങ്കിലും സർക്കാർ സംവിധാനങ്ങളിലാണെങ്കിലും ഇത്തരം ഒരു വീഴ്ച ഉണ്ടാകാതിരിക്കുന്ന രീതിയിൽ ഈ സാധനം പ്രിഫറേജ് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കാൻ പറയുമ്പോൾ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റിൻ്റെ എടുക്കുകയും അതോടൊപ്പം മറ്റു സാധനങ്ങളും എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ അത് ബയോമെഡിക്കൽ വേസ്റ്റായി മാറുകയാണ്. അതാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്. അത് ഒഴിവാക്കുക എന്നുള്ള രീതി ഉണ്ടാകണം. ബയോമെഡിക്കൽ മാലിന്യ നീക്കത്തിന് അംഗീകൃത സംവിധാനങ്ങൾക്ക് പുറമെ സമാന്തര ഇടപാടുകൾ നടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ പരിശോധനകൾ തുടരുകയാണ്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. മാലിന്യ കൂമ്പാരത്താൽ വലയുകയാണ് വൈറ്റില പൊന്നുരുന്നി നിവാസികളും. മലിനജലം ഒഴുകിപ്പോകാനുള്ള തോട് റെയിൽവേയുടെ പാലം താഴ്ത്തിയതോടെ അടഞ്ഞു. നിരന്തരം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ തോട്ടിലെ മാലിന്യം നീക്കം ചെയ്താലും വൈകുന്നേരമാകുമ്പോഴേക്കും സ്ഥിതി പഴയപടി തന്നെ. ഒരൊറ്റ ദിവസം കൊണ്ട് നിറഞ്ഞ മാലിന്യമാണ് ഈ കാണുന്നത്. 3 ഡിവിഷനുകളിൽ നിന്നുള്ള മാലിന്യം വന്നടിയുന്നത് ഇവിടെയാണ്.
പൊന്നുരുന്നി ഈസ്റ്റിലെ ജനങ്ങൾക്കാണ് ഈ ദുരവസ്ഥ. കക്കൂസ് മാലിന്യവും ഹോട്ടൽ മാലിന്യവും ഒക്കെയുണ്ട്. പ്രദേശത്തെ 100-ലധികം കുടുംബങ്ങളാണ് മാലിന്യ പ്രശ്നത്താൽ പൊറുതിമുട്ടി കഴിയുന്നത്. നടുക്കത്തെ പാലം പൊളിച്ച് പണിത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വേസ്റ്റ്, അത് ആ വേസ്റ്റൊക്കെ ശരിക്കും നോക്കി കഴിഞ്ഞാൽ വീടുകളിലെ വേസ്റ്റ് അല്ല, ഹോട്ടലിലെ വേസ്റ്റാണ്. നമ്മളുടെ ഡിവിഷനിൽ 1-2 ഹോട്ടലുകൾ ഇതിലേക്ക് വന്നിട്ട് ഞങ്ങൾ തന്നെ നാട്ടുകാർ തന്നെ ഇടപെട്ട് ആ പൈപ്പുകൾ ക്ലോസ് ചെയ്യുകയും ഹോട്ടൽ പൂട്ടിച്ചിട്ട് തന്നെ സമരം ചെയ്ത് ഹോട്ടൽ പൂട്ടിച്ചിട്ട് ആ പൈപ്പുകൾ ക്ലോസ് ചെയ്തിട്ട് ഹെൽത്തിൽ നിന്ന് ആൾ വന്നിട്ട് വീണ്ടും ലൈസൻസ് കൊടുത്തൊക്കെ തുറന്നത്. റെയിൽവേയാണ് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി നിവേദനങ്ങൾ MP-ക്കും MLA-ക്കും ഒക്കെ പോയിട്ടുണ്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. റെയിൽവേയുടെ പാലം അല്പമൊന്ന് ഉയർത്തിയാൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂവെന്നും നാട്ടുകാർ പറയുന്നു. ഈ റെയിൽവേയുടേതാണ്, ഇന്ത്യ ഗവൺമെൻറ് സിസ്റ്റമാണ്, അത് MP പരിഹരിക്കേണ്ട വിഷയമാണത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇപ്പോൾ പ്രാദേശിക ഭരണാധികാരികൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലത്. അത് കേന്ദ്ര ഗവൺമെൻറ് തന്നെ വിചാരിച്ചിട്ട് അതിൻ്റെ വികസന പ്രവർത്തനത്തോടെ ഭാഗമായിട്ട് ഇത് പൊളിച്ചു മാറ്റി വെള്ളക്കെട്ട് പരിഹരിക്കുക. ഇനിയൊരു ആമയഴിഞ്ചാൻ തോട് ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിലും അതെല്ലാം വിഫലമാകുകയാണ്. മാലിന്യ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി രാത്രികാലങ്ങളിൽ നാട്ടുകാരുടെ തന്നെ നേതൃത്വത്തിൽ വിവിധ സ്ക്വാഡുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്തി നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ സ്ഥായിയായ പരിഹാരത്തിന് റെയിൽവേയുടെ ഇടപെടലാണ് വേണ്ടത്. ന്യൂസ് 18 കൊച്ചി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7090, പവന് 56,720. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5865, പവന് 46,920. വെള്ളി ഗ്രാമിന് 94, കിലോയ്ക്ക് 94,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളവുമായി ദിൽന ചേരും.